ആസപ്പടി കേസിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുമ്പോൾ CPM വലിയ പ്രതിരോധത്തിൽ. ഹവാല ഇടപാടിൽ ഉൾപ്പെടെ അന്വേഷണം മുറുകുമ്പോൾ പാർട്ടിയുടെ പങ്ക് കൂടിയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, വീണയിലേക്ക്, മുഹമ്മദ് റിയാസിലേക്ക്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക്, പക്ഷേ ഇവരിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തില്ല. CPMന്റെ നേതൃനിരയാകെ ആ പ്രതിരോധത്തിലാകും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലെത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി നേതൃത്വം ഒന്നാകെ പ്രതിപ്പട്ടിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മുന്നിലുള്ളത്, അല്ലേ? സുരേഷ്, പ്രധാനമായും എക്സാലോജിക്കും അതുപോലെ തന്നെ CMR തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയപ്പോൾ തന്നെ CPM അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തുകൊണ്ട് വീണയ്ക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ CPM അതിനെ എതിർക്കുന്നു എന്നതായിരുന്നു പ്രധാനമായും ഉയർന്ന ചോദ്യം. മാത്രമല്ല, വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴും CPMന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സംഭവങ്ങളിലേക്ക് വരെ അത് നീണ്ടും. അന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വീണയെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. വീണയെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. CMRലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് വീണയെ ചോദ്യം ചെയ്യാനായി എത്തിയത്. മാത്രമല്ല, നേരത്തെ തന്നെ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു, SFIO ചോദ്യം ചെയ്തിരുന്നു. ഈ തരത്തിലുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി കൃത്യമായി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുകയും പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ വെച്ച്, ഔദ്യോഗിക വസതിയല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതിയിൽ വെച്ച് വീണയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ സമയത്തായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിക്കുന്ന സംഭവങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ ED ശക്തമായി തന്നെ സ്വീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തി. പക്ഷേ അത് എന്തിന് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വാർത്താക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചെയ്യാത്ത സേവനത്തിന് വേണ്ടിയല്ല CMRൽ പണം നൽകിയിരിക്കുന്നത്. അതായത് ചെയ്യാത്ത സേവനത്തിന് വേണ്ടി പണം കൈപ്പറ്റി എന്ന് പറയുമ്പോൾ 2.78 കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്കുള്ള ഇടപാടുകളെക്കുറിച്ചാണ് ഈ വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ഹവാല ഇടപാടുകൾക്ക് കൂട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാലയളവാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ 2 തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഈ ഹവാല ഇടപാടുകൾ നടന്നത്. ഹവാല മാർഗത്തിലൂടെ പണം കൈമാറിയിരിക്കുന്നു, അതും വിദേശത്തേക്ക് പണം കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വിദേശത്തേക്ക് 85 ലക്ഷം രൂപയാണ് വീണ കൈമാറിയിരിക്കുന്നത്. വീണയുടെ തന്നെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. മാത്രമല്ല, 20 കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ 20 കോടി വീണയ്ക്ക് ലഭിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം വീണയ്ക്കോ എക്സാലോജിക്കിനോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് CMRൽ നൽകുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 3 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് വീണയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ 50 ലക്ഷം രൂപ വായ്പയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് 20 കോടിയുടെ ഇടപാടുകൾ നടന്നു എന്ന് പറയുമ്പോൾ 85 ലക്ഷം രൂപ വിദേശത്തേക്ക്, അതും ദുബായിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിക്കുകയാണ്. രാജീവ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇവിടെ എന്തിന് ഈ വീണയെ സംരക്ഷിക്കണം? ആ വീണയ്ക്കും റിയാസിനും മുൻ മുഖ്യമന്ത്രി പിണറായിക്കും എന്തിന് പ്രതിരോധം ഒരുക്കണം എന്നുള്ള ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസങ്ങളടക്കം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിഭാഗീയത പ്രകടമായിരുന്നു. ഈ വിഭാഗീയത സംസ്ഥാന തലത്തിലേക്കും വ്യാപിക്കാനുള്ളൊരു സാധ്യതയില്ലേ? കാരണം ഈ മുഖ്യമന്ത്രിക്ക് വസതിയിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അതിൽ വലിയ പ്രതിരോധം തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ പോലും ഞങ്ങൾ വെറുതെയായിപ്പോയോ അതൊക്കെയും ചെയ്തത്, എന്തിന് ഞങ്ങൾ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇങ്ങനെ സ്വന്തം ജീവിതം, സ്വന്തം കുടുംബത്തെ പോലും ബലിയാടാക്കുന്നു എന്നുള്ള ചോദ്യം അത് CPMനെ വരും ദിവസങ്ങളിൽ വലിയ വലിയ പ്രതിരോധത്തിലാക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ എത്രത്തോളമുണ്ട്?
സുരേഷ്, പ്രധാനമായും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ക്രമക്കേടുകളിലേക്കാണ് നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ ഇടത് ഭരണത്തിൽ നടന്ന ക്രമക്കേടുകൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. CMR നൽകിയ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 3 കോടി രൂപ മാത്രമാണ് വീണയ്ക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ 20 കോടിയുടെ കണക്കുകളിലേക്ക് എത്തുന്നത്? അതിനുവേണ്ടി എന്ത് പ്രവർത്തനങ്ങളാണ് എക്സാലോജിക് സംസ്ഥാനത്ത് ചെയ്തത്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇരിക്കുന്നത്. നേരത്തെ തന്നെ പിണറായി വിജയൻ പ്രതിക്കൂട്ടിലായ SNC ലാവലിൻ കമ്പനി ഉൾപ്പെടെ വിദേശത്ത് പണം നൽകി എന്ന SFIO കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരം കണക്കുകളിലേക്ക് നേരത്തെ SFIOയുടെ അന്വേഷണം പോയിരുന്നു. അതേ കണക്കുകൾ പരിശോധിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുങ്ങുന്നത്. അതുതന്നെയാണ് ഇനി പിണറായി വിജയനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക, CPMനെ പ്രതിരോധത്തിലാക്കുക. അതായത് ഒരു സമയത്ത് എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്ന് കരുതിയിരുന്ന സ്ഥലത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും എത്തുകയാണ്. അതേ കമ്പനികൾ, അതായത് കഴിഞ്ഞ 2 തവണ ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് എത്തിയ കമ്പനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി അന്വേഷണം ഉണ്ടാകും. ആ കമ്പനികൾക്ക് കൂട്ടുനിന്നത് പിണറായി വിജയൻ മാത്രമല്ല, CPM സംസ്ഥാന നേതൃത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന നേതൃത്വത്തിനും ഫണ്ട് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്ക് കൂട്ടുന്നത്. വീണയ്ക്ക് 20 കോടി, അതായത് വീണയുടെ കമ്പനിക്ക് 20 കോടി കിട്ടിയെങ്കിൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് CPMലേക്ക് ഫണ്ട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്ക് കൂട്ടുന്നത്. അത്തരം കണക്കുകളിലേക്കും അത്തരം കമ്പനികളിലേക്കും കൂടി അന്വേഷണം നീളുന്നത് CPMനെ പ്രതിരോധത്തിലാക്കും, പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് CPM ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിരോധവുമായി എത്തുന്നത്. എന്നാൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ഒരു ഭാഗം CPM നേതാക്കൾക്ക് നന്നായി അറിയാം. കാരണം പുറത്തു വരുന്ന തെളിവുകൾ കൂടുതൽ CPMനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയുണ്ടായ വലിയ പരാജയം, ഈ പരാജയത്തെ തുടർന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന ആവശ്യം CPMലെ ഒരു ഭാഗം വളരെ ശക്തമായി ഉയർത്തുമ്പോഴും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് CPMന്റെ ഔദ്യോഗിക നേതൃത്വമായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു. അതേ MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും തന്നെയാണ് CPMൽ പ്രതിഷേധം ശക്തമാകുന്നത്. വലിയ രീതിയിലുള്ള തട്ടിപ്പും ക്രമക്കേടും കൊള്ളയുമൊക്കെ കഴിഞ്ഞ 2 ഇടത് സർക്കാരിന്റെ കാലത്ത് നടന്നു എന്നത് അണികളെ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, ഇനി പുറത്തു വരാനിരിക്കുന്നത് അതിലും വലിയ ക്രമക്കേടുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൊന്ന് ഈ 20 കോടിയുടെ കണക്ക് വീണ പറയേണ്ടി വരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. അതിനുവേണ്ടിയുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും തുടങ്ങുന്നു. ഒരുപക്ഷെ ഇനി ഒരിക്കൽ കൂടി വീണ EDയുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊട്ടു പിന്നാലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു. ഇതിനൊപ്പമാണ് CPMന്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിലേക്ക് കൂടി അന്വേഷണം എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇതെല്ലാം CPMന് വലിയ വെല്ലുവിളി തന്നെയാണ് സുരേഷ്.